ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPMനെ വെട്ടിലാക്കി കരുവണ്ണൂർ കള്ളപ്പണ കേസ് വീണ്ടും ഉയർന്നു വരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുന്നംകുളം സന്ദർശനവും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന് സംഭവിച്ചതുപോലെ കേരളത്തിലെ മുതിർന്ന CPM നേതാക്കൾ ED കസ്റ്റഡിയിലാകാനുള്ള സാധ്യതയുണ്ട്. കരുവണ്ണൂർ കള്ളപ്പണ ഇടപാട് കേസിൽ മുൻ MPയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ PK ബിജുവിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. കേസിലെ മുഖ്യപ്രതികളിലൊരാളായ സതീഷ് കുമാറുമായുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് ചോദ്യം ചെയ്തത്. ഇത് മൂന്നാം തവണയാണ് ബിജു EDക്ക് മുന്നിൽ ഹാജരായത്. കേസിലെ മുഖ്യപ്രതികളിലൊരാളായ സതീഷ് കുമാർ PK ബിജുവിന് 5 ലക്ഷം രൂപ കൈമാറി എന്നായിരുന്നു അറസ്റ്റിലായ CPM കൗൺസിലർ PR അരവിന്ദാക്ഷൻ EDക്ക് മൊഴി നൽകിയത്. ഇത് കരുവണ്ണൂർ ബാങ്കിൽ നിന്നും ബിനാമി വായ്പകൾ വഴി തട്ടിയെടുത്ത പണത്തിൻ്റെ പങ്കാണോ എന്നാണ് ED പരിശോധിക്കുന്നത്. പാർട്ടിയുടെ കൂടുതൽ രഹസ്യ അക്കൗണ്ടുകൾ സംബന്ധിച്ച പരിശോധന ആദായ നികുതി വകുപ്പ് തുടരുകയാണ്. ജില്ലയിൽ വെളിപ്പെടുത്താത്ത 81 അക്കൗണ്ടുകൾ CPMനുണ്ട്. അതിനു പുറമെ പ്രാദേശിക കമ്മിറ്റികളുടെ പേരിൽ ഒട്ടേറെ ഭൂമി വാങ്ങിയിട്ടുണ്ട്. ഇവയുടെ വിശദവിവരങ്ങളും കണക്കുകളും 22-ന് ഹാജരാക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസിൽ CPM നേതാവും മുൻ മന്ത്രിയുമായ AC മൊയ്തീൻ്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ ED നടപടി ഡൽഹിയിലെ അഡ്യൂ ടിക്കറ്റിംഗ് അതോറിറ്റി ശരിവച്ചിരുന്നു. AC മൊയ്തീൻ്റെയും ഭാര്യയുടെയും പേരിലുള്ള 6 ബാങ്ക് അക്കൗണ്ടുകളിലുള്ള 40 ലക്ഷം രൂപയാണ് കണ്ടുകെട്ടിയത്. എന്നാൽ ഭൂസ്വത്തുക്കൾ ഇപ്പോൾ കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടുന്നില്ലെന്നാണ് റിപ്പോർട്ട്. AC മൊയ്തീൻ സ്വത്ത് വിശദാംശങ്ങൾ, ബാങ്ക് നിക്ഷേപ രേഖകൾ എന്നിവ പൂർണ്ണമായി ഹാജരാക്കണമെന്ന് ED ആവശ്യപ്പെട്ടിരുന്നു. നേരത്തെ ഹാജരായപ്പോൾ മുഴുവൻ രേഖകളും കൈമാറാൻ മൊയ്തീന് കഴിഞ്ഞിരുന്നില്ല. കേസിൽ അന്വേഷണം നേരിടുന്ന ബാങ്ക് മുൻ മാനേജർ ബിജു കരീമിൻ്റെ ബന്ധു കൂടിയാണ് AC മൊയ്തീൻ. ഈ സാഹചര്യത്തിൽ ബാങ്കിൽ നിന്ന് ബനാമികൾ വ്യാജരേഖകൾ ഹാജരാക്കി ലോൺ നേടിയതിൽ AC മൊയ്തീന് പങ്കുണ്ടോ എന്നാണ് ED അന്വേഷിക്കുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവണ്ണൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ്. പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വൻ തട്ടിപ്പ് വിവരം പുറത്തു വന്നത്. 2021 ജൂലൈ 21-ന് ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തു. പതിറ്റാണ്ടുകളായി CPM നിയന്ത്രണത്തിലുള്ള ബാങ്ക് ഭരണസമിതിയെ പരാതിക്ക് പിന്നാലെ പിരിച്ചുവിട്ടിരുന്നു. CPM നേതാക്കളായ ബാങ്ക് സെക്രട്ടറി അടക്കം 6 പേരെ പ്രതിയാക്കി ആദ്യം പോലീസ് കേസെടുത്തു. 300 കോടിയുടെ ക്രമക്കേട് നടന്നെന്നായിരുന്നു ആദ്യ നിഗമനം. വിശദ പരിശോധനയ്ക്ക് ഉന്നതതല കമ്മിറ്റിയെ നിയോഗിച്ചപ്പോൾ 219 കോടിയുടെ ക്രമക്കേടുണ്ടായെന്ന് കണ്ടെത്തി. 2011-2012 കാലഘട്ടത്തിൽ തട്ടിപ്പ് നടന്നെന്നാണ് പരാതി. വ്യാജരേഖകൾ ചമച്ചും മൂല്യം ഉയർത്തിക്കാണിച്ചും ക്രമരഹിതമായി വായ്പ അനുവദിച്ചും ചിട്ടി, ബാങ്കിൻ്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനം വാങ്ങൽ എന്നിവയിൽ ക്രമക്കേട് കാണിച്ചും വിവിധ തലങ്ങളിലായിരുന്നു തട്ടിപ്പ് നടന്നതെന്നാണ് കണ്ടെത്തൽ.